ചൈന കൂറ്റൻ യുദ്ധവിമാനങ്ങളെ കളത്തിലിറക്കുകയാണ്. അണിയറയിലെ നീക്കങ്ങൾ അതീവ സുരക്ഷിതമാക്കുന്ന ചൈനയുടെ പുതിയ യുദ്ധവിമാനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഷെൻയാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ പുതിയ ചൈനീസ് J-31B 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. J-31B 2017 സേവനം ആരംഭിച്ച ചൈനയുടെ ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് ഫൈറ്ററായ J-20യെ പൂരകമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുമെന്ന പ്രതീക്ഷ വലിയ രീതിയിലാണ്. ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ CCTV യുദ്ധവിമാനത്തിന്റെ ഡെവലപ്പറായ ഷെൻയാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ ഒരു പ്രമോഷണൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ പുതിയ ജെറ്റിന്റെ കമ്പ്യൂട്ടർ നിർമ്മിത പ്രോട്ടോടൈപ്പ് ഉണ്ട്. വീഡിയോയിൽ ഗിർഫാൽക്കൺ എന്ന അടിക്കുറിപ്പുള്ള വിമാനത്തിന്റെ ഫ്യൂസ്ലേജിൽ J-31B എന്ന പേരും വരച്ചിട്ടുണ്ട്. ഒരു ദശാബ്ദത്തിലേറെയായി SSC വികസിപ്പിച്ച യുദ്ധവിമാനം സേവനത്തിന് തയ്യാറാണെന്ന് ലേബലുകൾ കാണിക്കുന്നുവെന്ന് ചൈന ആസ്ഥാനമായുള്ള മിലിറ്ററി അനലിസ്റ്റ് ഫു കിയാൻഷാവോ പറയുന്നുണ്ട്. FC-31നെ J-31 ആക്കി മാറ്റുന്നത് സൂചിപ്പിക്കുന്നത് സൈനിക സേവനത്തിനുള്ള ഔപചാരിക ആവശ്യകതകൾ നിറവേറ്റുകയും ഔദ്യോഗിക പദവി ലഭിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും കയറ്റുമതി വിപണിക്ക് സാധ്യതയുള്ളതുമായ ഈ യുദ്ധവിമാനം 2012 ആദ്യ പറക്കൽ മുതൽ കാര്യമായ വികസനത്തിനും പരീക്ഷണത്തിനും വിധേയമായിട്ടുണ്ട്. 2014 സുഹായ് എയർ ഷോയിൽ ഇത് പൊതുജനങ്ങൾക്കായി അനാച്ഛാദനം ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ ലോക്ഹീഡ് മാർട്ടിന്റെ 5ാം തലമുറ F-35യുടെ ചൈനീസ് തുല്യതയായി ഇത് സ്ഥാപിക്കുന്നുമുണ്ട്. F-22 റാപ്റ്റർ, F-35 ലൈറ്റ്നിംഗ് II എന്നിവയുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ശേഷം 2 തരം സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളുള്ള രണ്ടാമത്തെ രാജ്യമായി ഇതിന്റെ കമ്മീഷൻ ചെയ്യൽ ചൈനയെ മാറ്റും. നേരത്തെ പറഞ്ഞതുപോലെ J-31ന് J-20യോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. കാരിയർ അധിഷ്ഠിത വിമാനം എന്ന നിലയിൽ J-15നൊപ്പം ഒരു ജോഡിയായി നിലനിർത്താമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം ആദ്യം സൗദി അറേബ്യയിൽ നടന്ന വേൾഡ് ഡിഫൻസ് ഷോയിൽ ചൈന FC-31ന്റെ മാതൃക പ്രദർശിപ്പിച്ചിരുന്നു. FC-31 ഇതുവരെ PLA എയർഫോഴ്സുമായി സേവനമനുഷ്ഠിച്ചിട്ടില്ല എങ്കിലും ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്നാണ് വിവരം. FC-31 ഗിൽഫാൽക്കൺ 5ാം തലമുറ യുദ്ധവിമാനം സ്വന്തമാക്കാനുള്ള പാതയിലാണെന്ന് പാകിസ്ഥാൻ എയർഫോഴ്സ് മേധാവി ജനുവരിയിൽ പറഞ്ഞിരുന്നതും ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി കഴിവുള്ള ആധുനിക സൈന്യമായി രൂപാന്തരപ്പെട്ടു എന്ന് വേണം പറയാൻ. മൊത്തത്തിലുള്ള സൈനിക ഹാർഡ്വെയറിന്റെയും പ്രവർത്തന വൈദഗ്ധ്യത്തിന്റെയും കാര്യത്തിൽ ചൈന അമേരിക്കയേക്കാൾ പിന്നിലാണെങ്കിലും പല നിർണായക മേഖലകളിലും അതിന്റെ ആപേക്ഷിക കഴിവുകൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയുടെ മെച്ചപ്പെട്ട പ്രകടനം ചിലവ് വർദ്ധിപ്പിക്കുകയും സംഘർഷം വർദ്ധിപ്പിക്കുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും ചില നിരീക്ഷകർ പറയുന്നുണ്ട്. നോക്കൂ, 1996 മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിലവിലുള്ള വിമാനങ്ങൾ മെച്ചപ്പെടുത്തുകയും F-22, F-35 എന്നിവയുൾപ്പെടെയുള്ള 5ാം തലമുറ വിമാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതേസമയം ചൈന അതിന്റെ കാലഹരണപ്പെട്ട പല 2ാം തലമുറ വിമാനങ്ങളും മാറ്റി 96-ൽ ശക്തിയുടെ വലിയൊരു അനുപാതം ഉണ്ടാക്കിയെടുത്തു. ആധുനിക 4ാം തലമുറ ഡിസൈനുകൾ ഉപയോഗിച്ചു. ഈ 4ാം തലമുറ വിമാനങ്ങൾ ഇപ്പോൾ PLA എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങളുടെ പകുതിയോളം വരും. ഈ മാറ്റങ്ങളുടെ ആകെ ഫലം US-ഉം ചൈനീസ് വ്യോമസേനയും തമ്മിലുള്ള ഗുണപരമായ വിടവ് ഇടുങ്ങിയതാണ് എന്നതാണ്. എന്നാൽ അടുത്തല്ല എന്നത് അടിവരയിടണം. 96 മുതൽ US-ന്റെ ആവശ്യകതകൾ 100% വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ചൈന എപ്പോഴും ഒരു ആധിപത്യമാണ് ആഗ്രഹിക്കുന്നത്. ലോക ആധിപത്യം നേടിയെടുക്കുക എന്നതാണ് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അമേരിക്കയേക്കാൾ മുന്നിലെത്തണം എന്നൊരു പ്രതിജ്ഞ ചൈനയ്ക്കുണ്ട്. അവർ ആ അജണ്ട മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിലുള്ള പല മെച്ചപ്പെട്ട നീക്കങ്ങളും നടത്തുന്നത്. എന്തായാലും ആവനാഴിയിൽ ആയുധങ്ങൾ നിറയ്ക്കുവാനും ആയുധപ്പുരയിൽ പുതിയ പുതിയ ആയുധങ്ങളെ ഉൾപ്പെടുത്തുവാനും ചൈന അക്ഷീണ പരിശ്രമത്തിൽ തന്നെയാണ്. ഏറ്റവും മെച്ചപ്പെട്ട ആയുധങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രതിരോധവും ആധിപത്യവും സ്ഥാപിക്കുവാൻ തന്നെയാണ് ചൈനയുടെ ലക്ഷ്യം.